ഫസ്റ്റ് എഡ്ഫിലിന് വലിയൊരു താങ്ക്സ് പറയാണ്. എനിക്ക് കാറ്ററ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചതിൽ എഡ്ഫിലിന് ഒരു വലിയ പങ്കുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ BEd ചെയ്തതും കൊമേഴ്സിൽ തന്നെയാണ്. സെറ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് പോയതിന് ശേഷം ജോലിക്ക് പിന്നെ കുട്ടികളൊക്കെ ആയപ്പോൾ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായി. പിന്നെയാണ് ഞാൻ ഹിന്ദിയുടെ ഒരു കോഴ്സ് ചെയ്യുന്നത്. ഭൂഷൺ എന്നാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ ആ കോഴ്സ് ചെയ്തത് സ്കൂളിൽ UP സ്കൂളിലൊക്കെ കയറാൻ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ബേസായിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണ ആദ്യമായിട്ട് കേറ്റിട്ട് എഴുതുന്നത്. കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂഷൺ ക്വാളിഫൈഡായി സാഹിത്യാചാര്യ ചെയ്യുന്നു. അപ്പം കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാനും എഡ്ഫിലിനെ കോണ്ടാക്ട് ചെയ്യുന്നത്, പിന്നെ എഡ്ഫിലിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പം സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. ഷമീന മാമിൻ്റെ അടുത്തുനിന്ന് ഈ അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം മാമിൻ്റെ ക്ലാസ് എനിക്ക് ഹിന്ദി അല്ലായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ ഹിന്ദി സബ്ജക്റ്റ് ആ ഒരു ലാംഗ്വേജിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാമിൻ്റെ ഒരു ക്ലാസ് വഴിയാണ്. ബാക്കി എല്ലാ ടീച്ചേഴ്സും വളരെയധികം നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈം എനിക്കൊരു 12 മാർക്കിന് അത് പോയി. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചു. പിന്നെ മെറ്റീരിയൽ നോക്കി പ്രിപ്പയർ ചെയ്തപ്പം ഭയങ്കര എഫക്റ്റീവായിട്ട് കുറേയും കൂടി എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പം എഡ്ഫിൽ ടീമിന് വളരെ വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. താങ്ക് യു.